വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ചൂണ്ടിക്കടുത്ത് ആലുവ മൂന്നാർ ബസ് റൂട്ടിൽ നിന്ന് 750 മീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഒരു വീട്. 4 സെന്റിൽ 3 ബെഡ്റൂമുകളുള്ള വീടിന് 83 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. മോഡേൺ ബോക്സി എലിവേഷനിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു വീട് 3.5 മീറ്റർ ഇന്റേണൽ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് വരുന്നത്. ഒരു വില്ല പ്രോജക്റ്റിലെ ലാസ്റ്റ് പ്ലോട്ടിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. റോഡ് ഇവിടെ എൻഡ് ആവുന്നതിനാൽ ഈ ഒരു പോർഷൻ നമുക്ക് ഗസ്റ്റ് പാർക്കിങ്ങിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. കോമ്പൗണ്ട് വാൾ വളരെ സിമ്പിളായി ടെക്സ്ചർ വർക്കുകളൊക്കെ കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. 4.5 മീറ്ററാണ് ഇവിടെ ഗേറ്റിൻ്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ഇന്റർലോക്ക് കട്ടകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ച ഒരു മുറ്റത്തേക്കാണ്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന് 2 കാർ പാർക്കിംഗ് സൗകര്യമാണ് ഉള്ളത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ കവേർഡ് കാർ പാർക്കിങ്ങിലാണ് ഉള്ളത്. 18.5 അടിയിലേറെ നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു കവേർഡ് കാർ പാർക്കിങ്ങിന് ഉള്ളത്. ഇവിടെയായിട്ട് ഒരു പവർ പോയിന്റും നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ കിഴക്ക് ഭാഗത്താണുള്ളത്. 9 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഇവിടെയായിട്ടാണ് രണ്ടാമത്തെ കാർ പാർക്കിംഗ് സൗകര്യം വരുന്നത്. ഇവിടെയും ഇന്റർലോക്ക് കട്ടകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് വിരിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ കുടിവെള്ള സ്രോതസ്സിനായി ബോർവെല്ലും KW വാട്ടർ കണക്ഷനുമാണ് ഉള്ളത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ തെക്ക് ഭാഗത്താണുള്ളത്. 4.5 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഇവിടെയായിട്ടാണ് കിച്ചൺ വരുന്നത്. കിച്ചൻ്റെ ഈ ഒരു ഏരിയയാണ് നമുക്ക് വർക്ക് ഏരിയയ്ക്കുള്ള പ്രൊവിഷനായി നൽകിയിരിക്കുന്നത്. ഓൾറെഡി ഇവിടെ ബേസ്മെൻറ്റ് പൈപ്പ് കണക്ഷനും എടുത്തിട്ടിട്ടുണ്ട്. ഇത് കഴിഞ്ഞുള്ള പോർഷൻ ഇന്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണുള്ളത്. 4.5 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഇവിടെയും ഇന്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ നോർത്ത് സൈഡിലാണുള്ളത്. 3 അടിയാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഇവിടെയും ഇന്റർലോക്ക് കട്ടകൾ തന്നെയാണ് വിരിച്ചിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നൽകിയിരിക്കുന്ന പില്ലർ ടെക്സ്ചർ വർക്കുകളൊക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. 9 അടിയോളം നീളവും 4.5 അടിയോളം വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് ഉള്ളത്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിൻ്റെ മെയിൻ ഡോറും കിഴക്ക് ദർശനമായിട്ടാണ് വന്നിരിക്കുന്നത്. മഹാഗണി 2 പാളികളായിട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു മെയിൻ ഡോറിൻ്റെ ഫ്രെയിം വളരെ വീതിയിൽ പാനലിംഗ് ഒക്കെ ചെയ്ത് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ലിവിങ് സ്പേസിലേക്ക് വരാം. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ലിവിങ് സ്പേസ് വരുന്നത്. 11 അടി നീളവും 10 അടിയോളം വീതിയുമാണ് ഈ ഒരു ലിവിങ് സ്പേസിന് ഉള്ളത്. ഈസ്റ്റിലേക്ക് വലിയ 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. വിൻഡോയുടെ ഫ്രെയിം പാനലിംഗ് വർക്കൊക്കെ ചെയ്ത് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഗ്ലോസി ടൈലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ കൊടുത്ത് മനോഹരമാക്കിയ ഈ ഒരു ലിവിങ് സ്പേസിൻ്റെ TV യൂണിറ്റ് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ഡൈനിങ് സ്പേസിലേക്ക് വരാം. ഒരു 12 സീറ്റ് ഡൈനിങ് ടേബിൾ വളരെ ഈസി ആയിട്ട് സെറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള വിശാലമായൊരു ഡൈനിങ് സ്പേസാണ് നമുക്കിവിടെ കിട്ടുന്നത്. 14 അടിയോളം നീളവും 14 അടിയോളം തന്നെ വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിൽ ഉള്ളത്. ഇവിടെയായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. ഇത് സൗത്ത് സൈഡാണ്. സൗത്തിലേക്ക് ഒരു 4 ഡോർ വിൻഡോയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വിൻഡോയുടെ ഫ്രെയിം പാനലിംഗ് വർക്കൊക്കെ ചെയ്ത് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ വരുന്നത് ഈ ഒരു ലിവിങ് സ്പേസിലേക്കാണ്. ലിവിങ് സ്പേസിൻ്റെ ഇവിടെയായിട്ട് വരുന്ന TV യൂണിറ്റിൻ്റെ 2 എൻഡിലായിട്ട് ഡെക്കർ സ്പേസ് നൽകിയിട്ടുണ്ട്. വി ഗാർഡിൻ്റെ സ്വിച്ചസും വി ഗാർഡിൻ്റെ വയേഴ്സുമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ വരുന്നത് ഈ ഒരു ഡൈനിങ് സ്പേസിലേക്കാണ്. ഡൈനിങ് സ്പേസിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇൻവെർട്ടറിനുള്ള പോയിന്റും നൽകിയിരിക്കുന്നു. ഇവിടെയായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ വിശാലമായ ഡൈനിങ് സ്പേസ്. ഇവിടെയായിട്ടാണ്
ഓപ്പൺ കിച്ചൺ വരുന്നത്. കിച്ചണിൻ്റെ ഈ ഒരു ഭാഗത്തും ഒരു ഡക്കർ സ്പേസ് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഇവിടെയായിട്ട് ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും നൽകിയിട്ടുണ്ട്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു കിച്ചൺ വരുന്നത്. 10 അടി നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു കിച്ചണിൽ ഉള്ളത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. ധാരാളം സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട്. ഗ്ലോസി ടൈൽസാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കിച്ചണും സീലിംഗ് വർക്കുകളൊക്കെ കൊടുത്ത് മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഫ്രിഡ്ജിനുള്ള പോയിന്റ് വരുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ ബെഡ്റൂമിലേക്ക് വരാം. ബെഡ്റൂമിൻ്റെ ഡോർ സ്കിൻ ഡോറാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 12 അടിയിലേറെ നീളവും 10 അടിയോളം വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. വെസ്റ്റിലേക്കും ഈസ്റ്റിലേക്കും 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. നോർത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ കൊടുത്ത് ഗ്ലോസി ടൈലോട് കൂടിയ ഈ ഒരു ബെഡ്റൂമിൻ്റെ വാൾഡ്രോബ് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഇതിന് ഒരു സീറ്റിംഗ് യൂണിറ്റ് കൂടി ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് ടൈൽ നൽകി ഹീറ്ററിൻ്റെ പോയിന്റോട് കൂടിയാണ് ഈ ഒരു ബാത്റൂം വരുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. ഫ്ലോട്ടിംഗ് സ്റ്റൈൽ സ്റ്റെപ്പുകളാണ് നൽകിയിരിക്കുന്നത്. വുഡ് ഫിനിഷുള്ള ടൈൽ യൂസ് ചെയ്താണ് സ്റ്റെപ്സ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് റെയിൽ വുഡും MS ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ സൗത്തിലേക്കും വെസ്റ്റിലേക്കും 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു പാസേജിലേക്കാണ് വരുന്നത്. ഇവിടെ നിന്ന് നമ്മൾ അപ്പർ ലിവിങ്ങിലേക്കാണ് പോകുന്നത്. 14 അടിയോളം നീളവും 11 അടി വീതിയുമാണ് ഈ ഒരു അപ്പർ ലിവിങ് സ്പേസിന് ഉള്ളത്. സീലിംഗ് ഒക്കെ ചെയ്ത് വളരെ ഭംഗിയാക്കിയ ഈ ഒരു ലിവിങ് സ്പേസിന് ഇവിടെയായിട്ട് ഒരു TV യൂണിറ്റിനുള്ള സ്പേസും നൽകിയിട്ടുണ്ട്. ഈസ്റ്റിലേക്ക് വലിയ 3 ഡോർ വിൻഡോയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോർ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. സ്റ്റെയർ കയറി വരുന്ന ഈ പാസേജിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് അപ്പർ ലിവിങ് സ്പേസ് വരുന്നത്. അപ്പർ ലിവിങ്ങിൽ നിന്ന് ഇത് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഇതാണ് അപ്പർ ലിവിങ് സ്പേസ്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇത് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിൻ്റെ ഡോർ സ്കിൻ ഡോറാണ് നൽകിയിരിക്കുന്നത്. 10.5 അടി നീളവും 10.5 അടിയോളം തന്നെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. സൗത്തിലേക്കും ഈസ്റ്റിലേക്കും 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമാക്കിയ ഈ ഒരു ബെഡ്റൂമിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാൾഡ്രോബ് വരുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു സീറ്റിംഗ് യൂണിറ്റ് വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ഈ ഒരു ബാത്റൂമിൽ നൽകിയിരിക്കുന്നത്. ഹീറ്ററിനുള്ള പോയിന്റ് ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടെയും സ്കിൻ ഡോർ തന്നെയാണ് നൽകിയിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 15 അടിയിലേറെ നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് വളരെ മനോഹരമായി ചെയ്തിരിക്കുന്ന ഈ ഒരു ബെഡ്റൂമിന് ഈസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയും നോർത്തിലേക്കും 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഇതിൻ്റെ വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് ഒരു സീറ്റിംഗ് യൂണിറ്റും വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോർ തന്നെയാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ബാത്റൂമാണിത്. സെറയുടെ ഫിറ്റിംഗ്സ് നൽകി ഹീറ്ററിൻ്റെ പോയിന്റോട് കൂടിയാണ് ഈ ഒരു ബാത്റൂം ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്ക് വരാം. 9.5 അടിയിലേറെ നീളവും 9 അടിയോളം വീതിയുമാണ് ഈ ഒരു സ്പേസിന് ഉള്ളത്. ഇവിടെ നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. ഈ ഒരു ഏരിയ ഷീറ്റ് കൊണ്ട് റൂഫ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്ക് വരാം. ബാൽക്കണിയുടെ ഈ ഒരു വാൾ ടെക്സ്ചർ പെയിൻറ് നൽകി വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇവിടെ നൽകിയിരിക്കുന്ന പില്ലറിന് ടെക്സ്ചർ വർക്കുകൾ നൽകിയിട്ടുണ്ട്. 10 അടിയിലേറെ നീളവും 5.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. സീലിംഗ് വർക്കുകളൊക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു ബാൽക്കണി ചെയ്തിരിക്കുന്നത്. ആലുവ മൂന്നാർ ബസ് റൂട്ടിലേക്ക് 750 മീറ്റർ, ചൂണ്ടി ജംഗ്ഷനിലേക്ക് 900 മീറ്റർ, കാർമൽ ഹോസ്പിറ്റലിലേക്ക് 1.8 കിലോമീറ്റർ, രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 3 കിലോമീറ്റർ,
ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 4.5 കിലോമീറ്റർ, ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് 5.3 കിലോമീറ്റർ, കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് 5 കിലോമീറ്റർ, കിംഫ്ര ഹൈടെക് പാർക്കിലേക്ക് 4.8 കിലോമീറ്റർ, കാക്കനാടേക്ക് 11 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 10 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 12 കിലോമീറ്റർ, കലൂരേക്ക് 16 കിലോമീറ്റർ, കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് 14 കിലോമീറ്റർ. ഇതാണ് ഈ വീട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. 4 സെൻറ്റ് സ്ഥലത്ത് 1700 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളുള്ള ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 83 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വാങ്ങുന്നതിനും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേറ്റ്സിൻ്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.